ഹായ്, അപ്പൊ നന്ദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അമ്പലത്തിലെ യാത്ര. അപ്പൊ ഞാനൊരു 8 മാസത്തിന് ശേഷം 7 മാസത്തിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ടൈം വൈകിട്ട് പോണത്. പിന്നെ എനിക്ക് തോന്നുന്നു ഗുരുവായൂർ അമ്പലത്തേക്ക് ഞാൻ കല്യാണത്തിനല്ലാതെ സാരി എടുത്ത് പോയിട്ടില്ലെന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞിട്ടപ്പോ സാരി എടുത്തിട്ട് അമ്പലത്തേക്ക് ആദ്യമായിട്ട് പോകാൻ തോന്നുന്നു. പിന്നെ സാരിയൊക്കെ എടുത്ത് സെറ്റായി നോക്കിയാണ്. നമുക്ക് എന്താണ് എന്ത് ജുബിട്ടുണ്ടല്ലോ സാരിതരണ്ടേ നമുക്കൊന്നുമില്ലാതെ പറയല്. അപ്പൊ ഗുരുവായൂർക്ക് പോവാണ്. അപ്പൊ ഗുരുവായൂർ വായ നോക്കാൻ ചിന്തിച്ചിട്ടാണ് പോണത്. നമ്മളായിരുന്നു നോക്കേ. ഇനി ഒരുങ്ങട്ടെട്ടാ. ഒരുങ്ങണം. ഞങ്ങൾ ഒരുങ്ങട്ടെ. ഞാൻ ഫൗണ്ടേഷൻ കിട്ടണം, സെറ്റ് ആക്കണം. എന്തൊക്കെയോ കൊറേ ഉദ്ദേശമുണ്ട്. കൃഷ്ണനെ കാണാൻ തന്നെയാണ്. കൃഷ്ണന് ഒരുങ്ങിണ്ടോന്ന് നോക്കാൻ നിക്കണില്ല. കൃഷ്ണനെ അവിടെ ആരും ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ പഴയ കോളേജ് കാലത്തിലേക്ക് പോയി. ഞാനിന്നൊരു എന്തോരം താരമാലൊക്കെ നമ്മൾ ആലോചിക്കരുത്. ഞാൻ പഴയ കാലത്തേക്ക് പോയി. അപ്പൊ ഒരുങ്ങട്ടെട്ടാ. കുറച്ച് ഞാൻ കിടന്ന് ഒരുങ്ങട്ടെ. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കാണണ്ടേ നിനക്കൊക്കെ. അങ്ങനെ ഏട്ടൻ്റെ ഒരുക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ഒരുങ്ങിട്ടു. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടു. അപ്പോൾ എനിക്ക് ഫോണിൽ നോക്കി അങ്ങനെ ഒരുങ്ങാൻ അധികം അറിയാത്തതാണ്. ഞാനിതൊക്കെ ഇട്ടിട്ട് അകത്ത് പോയി കണ്ണാടയിൽ പോയി നോക്കൂട്ടോ. എന്നാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഏട്ടൻ വന്നിട്ട് അപ്പുറത്ത് നിന്ന് കളിയാക്കാണ് കേട്ടോ. പിന്നെ ഐ ഷെയ്ഡ് ഇട്ടു കേട്ടോ. ഐ ഷെയ്ഡ് ഞാൻ ചെറിയൊരു പിങ്കിഷ് ഷെയ്ഡ് കൊടുത്തു എന്നുള്ളൂ. അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയിൽ വരുന്ന വെച്ചിട്ടാണ്. പിന്നെ കമ്മലിട്ടു. ഞാൻ പിന്നെ ഇതിൽ മേക്കപ്പ് വീഡിയോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഹൃദയം തഴുകി അഴകേ സമയമേ നീയൊഴുകി നീതിവിടെ മതിവരെ നിന്നു നിറയുക സിരകളിൽ അനുപമലഹരികളെ. നമ്മളൊക്കെ ഒരുങ്ങി ഇറങ്ങിയിട്ടാ ഞാൻ അമ്പലത്തിൽ പോണം. അപ്പൊ ആദ്യം ഗുരുവായൂർക്കാണ് പോണേട്ടാ. ആദ്യം ഗുരുവായൂർക്കാണ് പോണത്. അപ്പൊ ഔട്ട്ഫിറ്റ് ഒക്കെ ഉണ്ടല്ലോ, സെറ്റ് അല്ലേ? പോവല്ലേ? ഇനി പോണ വഴിയത്തെ ശേഷം കാണാം. അമ്മ അവിടെ ഉണ്ട്. അപ്പൊ ഇനി പോണ വഴിയത്തെ വിശേഷങ്ങളെ കാണാട്ടാ. കഴിച്ചിട്ടില്ല. അപ്പൊ ഇതാ നമ്മള് ചായ കുടിക്കാൻ എത്തിയിട്ട. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ കേറിയപ്പോ എനിക്ക് അത്ര വിശപ്പ് പോകുന്നില്ല. ഇപ്പൊ നല്ല വിശപ്പ് പോകുന്നില്ല. ഏട്ടനാ വിശക്കണ്ട? നല്ല വിശപ്പുണ്ട് കേട്ടാ. നമ്മള് സാധാരണ അമ്പലത്തിൽ പോകുമ്പോ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാറ്. കഴിക്കാം നമുക്ക്. വാ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിട്ടാ. ഗുരുവായൂർക്കായിരുന്നു വിചാരിച്ചത് ആദ്യം. പിന്നെ വിചാരിച്ചു അവിടെ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇവിടെ പിന്നെ നട ഉച്ചയുണ്ടെങ്കിൽ പിന്നെ അടച്ചിടും. ഇവിടെ കേറിയിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അങ്ങ് കേറിയിട്ട് വരാം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഗ്ലാസ് വെക്കണില്ല, അതെന്താന്ന് അറിയില്ല. ഗ്ലാസ് കണ്ണിലിരിക്കുന്നു. പോയി. അപ്പൊ ഇറങ്ങട്ടെട്ടാ. ഓക്കെ. पिनाकधर हर गंगाधर
ಚರಣಾಂಬರಧರ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിട്ടാണ് കാറൊക്കെ പാർക്ക് ചെയ്ത് നടക്കാണ്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോയി തുടങ്ങി. പിന്നെ കുറേ നാൾക്ക് ശേഷം അമ്പലത്തിൽ എത്തിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. എനിക്കാണെങ്കിലും എന്തൊക്കെയോ പ്രത്യേകത തോന്നിയിരുന്നു അമ്പലത്തിൽ എത്തിയപ്പോൾ. എന്താ വെച്ചാൽ ഇത്രയും നാൾ നീണ്ടു നിന്നിട്ടല്ലേ പോണത്. സാധാരണ ഇങ്ങനെ ഞാൻ വഴുകാറില്ല. ഇത്രയും ദൂരമായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റാഞ്ഞാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ചോറൊക്കെ ഉണ്ടു. ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നലെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ അത്രയും വയ്യാതെയാണ് കേട്ടോ വന്നത്. വേറെ ഒന്നല്ല, ചൂടിൻ്റെ കാരണം തോന്നുന്നു ഭയങ്കര ക്ഷീണയില്ലല്ലോ ആദ്യമിക്കും. എനിക്കാണെങ്കിൽ തൊണ്ടവേദനയും ജലദോഷമൊക്കെ പിടിച്ചിട്ട് തലവേർത്തിട്ട് കാലിൽ കുറച്ചേരം കിടന്നുറങ്ങി. കാല് വേദനയും കുറേ നാളുകളായിട്ട് ഇനി അങ്ങനെ അമ്പലത്തേക്കൊന്നും അധികം പോവാണ്ട് കുറേ നേരം നിന്നപ്പോഴും ചോറിനാനൊക്കെ നിന്നപ്പോഴും തളർന്നു. ചൂടിൻ്റെ ശക്തി കൊണ്ട് കഴിയുണ്ടെന്ന് തോന്നുന്നു ഭയങ്കരമായി തളർന്ന് ക്ഷീണിച്ച്. അപ്പം ഇന്നലെ ഒന്നും ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടാ. അപ്പം ഇന്ന് രാവിലെ തന്നെ അമ്മ പോയിക്കാണ്. അമ്മക്ക് അതാണ് മരിച്ചതിൻ്റെ സഞ്ചയനുണ്ട്. അപ്പം അമ്മ അങ്ങോട്ട് പോയിക്കാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ചപ്പാത്തി ഇന്നലെ വാങ്ങിക്കൊടുന്നുണ്ടായിട്ടാ പാക്കറ്റ്. അപ്പം ഞാൻ പരിപ്പറി ഉണ്ടാക്കാന്ന് വെച്ചു. ഏട്ടന് ഇഷ്ടം ചപ്പാത്തി പരിപ്പറി. അപ്പം അത് ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചു അല്ലേ. അപ്പം ആദ്യം പോയിട്ട് പല്ലേക്ക് ഇട്ടുണ്ട്. പല്ല് വെച്ചിട്ടൊന്നുമില്ല. പല്ലേക്ക് നമുക്ക് വാ. അപ്പൊ നമുക്ക് രാവിലേക്കുള്ള പരിപ്പറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. ഞാൻ സത്യം പറഞ്ഞ ചപ്പാത്തിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് പരിപ്പറി കൂട്ടാൻ തുടങ്ങിയത്. ഏട്ടനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങളുടെ അവിടെ ഈ പരിപ്പറി ചോറിന് കൂട്ടുന്നുണ്ടെങ്കിലും ചപ്പാത്തിക്ക് ഞാൻ ഇതുവരെ കൂട്ടിയിട്ടില്ല. ചപ്പാത്തിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കൂട്ടാൻ തുടങ്ങിയത്. ഞാൻ ഏട്ടനെ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോ ഏട്ടൻ പറയും ഇവിടെ പരിപ്പറി ചപ്പാത്തി. അപ്പൊ എന്റെ വിചാരത്തില് വേറെ രീതിയിലൊക്കെയാവും പരിപ്പറി ഉണ്ടാക്കുന്നത്. തൃശ്ശൂർക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവാം. പരിപ്പ് കുത്തി കാച്ചിന്ന് പറയും തൃശ്ശൂർക്കാര്. അത് ഞാനിട്ട് അവര് ചപ്പാത്തിക്ക് കഴിക്കണത്. ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. ഞാനാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. ചപ്പാത്തി ഉണ്ടാക്കി തന്നെ എന്റെ ഭർത്താവിനെ സഹായിച്ചു. ചപ്പാത്തി ചൂടായിട്ടാണ് അറിയാട്ടോ പേട്ടൻ. ചപ്പാത്തി ചിക്കലൊന്നും അല്ല കാര്യമായിട്ട് ചപ്പാത്തി ചൂടാറിയതുകൊണ്ട് ചപ്പാത്തി ചൂടൊന്നും അറിയാതൊക്കെ സഹായിക്കാറുണ്ട് ഇല്ലേ. ഈ അടക്കളയിൽ കയറി ശീലം ഉണ്ടാവുള്ളൂ. ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി അവർ അടക്കളയിൽ കയറും. നാട്ടിലുള്ളവർക്ക് അച്ഛനമ്മമാരോ അല്ലെ ഭാര്യമാരോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്തിനാണ് അതല്ല പ്രശ്നം. സത്യം ഗൾഫിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കാനായിരിക്കും. ഇപ്പൊ എന്റെ അച്ഛനൊക്കെ അറിയാലോ. അവർക്ക് അവരൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ. എനിക്കറിയില്ല. അവിടെ ഉള്ളപ്പോഴും കഴിച്ചില്ല. ഓർഡർ ചെയ്ത് കഴിച്ചു. അതെ 3 വർഷം. ഇപ്പത്തെ എല്ലാരും മിക്കവരും അങ്ങനെ തന്നെ ആയിരിക്കണല്ലേ. പ്രായമുള്ളവരൊക്കെ ആയിരിക്കട്ടാ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പൊ നമുക്ക് പരിപ്പ് കുത്തിക്കാക്കണം. ഏട്ടന്റെ കഴിക്കല് കഴിച്ചിട്ട് ഞങ്ങള് വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ പിന്നെ പയ്യെ കഴിക്കണ കാരണം എനിക്ക് ചപ്പാത്തി ബാക്കിയുണ്ട്. ഞങ്ങള് വീഡിയോ എടുക്കാൻ മറന്നു ഫുഡൊക്കെ. അപ്പൊ പരിപ്പറി ചപ്പാത്തി കട്ടൻ ചായ അപ്പൊ അടിപൊളി. നന്നായില്ലേ? അടിപൊളിയായിട്ടുണ്ട്. സെറ്റായി. ഞാൻ തന്നെ പറയണു. അടിപൊളിയാന്ന് പറയണം. പറഞ്ഞാലേ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇവിടെ എപ്പോഴും. സെറ്റാണ്. അയ്യോ ഇനി ബാക്കി പണിയത് കൊറേ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്ന ഡ്രസ്സൊക്കെ കഴിക്കുന്നു. സാരിയൊക്കെ എടുത്തു പോകാൻ നല്ല സുഖമാണ്. പക്ഷെ അത് വന്നിട്ട് ആണെങ്കിൽ അലക്കിടാൻ ഒരാള്
ഏറ്റവും വലിയ പാടല്ലേ? പാട്. ഇന്നലെ നല്ല ചെറിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അല്ലെ? യെസ്. അപ്പൊ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റാത്തോണ്ടാണ് ഇന്ന് രാവിലെ കുറച്ചെടുത്തത്. ആ നിങ്ങൾ വൈൻഡപ്പ് പറയണ്ടേ? അതിന്റെ പറയാ ഞാൻ പറഞ്ഞാലേ. ആ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, അടുത്ത പെട്ടെന്ന് വരും. നമ്മളിപ്പോ അടുപ്പിച്ച് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടാ. നമ്മുടെ ചാനൽ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഒരു ദിവസം ഇടവിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങി. നന്നായി. അതെ. ആദ്യം നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഗുരുവായൂരിന്ന് ഞാൻ ഒരു ക്ലയന്റിന് എനിക്കൊരു വർക്കിന് വേണ്ടി ഒരു അമ്മ വിളിച്ചിരുന്നു. അപ്പൊ അമ്മയാണ് പറഞ്ഞത് വീഡിയോ എന്താണ് ഇടാത്തെ, ഞങ്ങൾ വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ മാറ്റിയിട്ട് ഒരു ദിവസമൊക്കെ ഇടവിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് നോക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഒരു ദിവസം ഇടവിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. ആഴ്ചയിൽ ഇങ്ങനെ പോയാലും ഒരു 3-4 വീഡിയോ വരുന്നുണ്ടാവും. അത് പറഞ്ഞതാണ്, നമ്മൾ സാധാരണ അതിന് ഇടാറില്ലാത്തോണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.